ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളിൽ കുറച്ച് ബ്ലറായിട്ട് കാണുന്ന രീതിയിലുള്ളൊരു ബോട്ടിലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കുഞ്ഞു ബോട്ടിലാണ്. അതിൻ്റെ ടോപ്പ് പോർഷനിൽ മാത്രമാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് ഗ്ലൂവും വാട്ടറും 1:2 റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബോട്ടിലിൻ്റെ ഹാഫ് പോർഷന് വരേക്കുമാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. മുകളിൽ നിന്നും താഴോട്ടേക്ക് ഹാഫ് പോർഷന് വരെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് 2-3 ലെയറായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അത് കുറച്ച് ബലമായിട്ട് നല്ല കട്ടിയിലായിട്ട് അവിടെ നിൽക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് കുറച്ച് മുത്തുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വലിയ സൈസ് കുറച്ച് മുത്തുകൾ നമ്മൾ നെക്കിൻ്റെ ആ ഒരു പൊസിഷനിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏതൊരു ആകൃതിയിലാണോ ആ ഒരു ബോട്ടിലിൽ മുത്ത് ആവശ്യമായിട്ടുള്ളത് ആ ഒരു ആകൃതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുത്തൊട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഒറ്റ മുത്തിന് നമ്മൾ ഷേപ്പോ അതിൻ്റെ വലിപ്പമോ ഒന്നും നമ്മൾ കാര്യമാക്കിയിട്ടില്ല. ജസ്റ്റ് മുത്തെടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഗ്ലൂ എവിടെയാണോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഏരിയയിൽ നമ്മൾ മുത്തെടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് മുത്തുകളുണ്ടായിരുന്നു. അതിനുള്ള എല്ലാ മുത്തുകളും കൂടി കലർത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുക്കുന്ന ആ ഒരു ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തറ്റത്ത് നിന്നും മുകളിലേക്ക് പൊന്തി വന്നിട്ട് വീണ്ടും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അടിയിലേക്ക് താന്നു പോകുന്ന രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം മിഡിലുള്ള 2 പോർഷനിൽ ബോട്ടിൽ 2 ഭാഗത്തും മിഡിലുള്ള പോർഷനിൽ കുറച്ച് മുത്ത് കുറവായിട്ടും ബോട്ടിൻ്റെ 2 തറ്റ വശത്ത് കുറച്ച് അടിവരെ ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലൂ ഗൺ തന്നെ ആവശ്യമാണ്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യുന്ന സമയത്താണ് അത് കറക്റ്റായിട്ട് അവിടെ സ്റ്റിക്കായി കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ഏതൊരു രീതിയിലാണ് ആ ഒരു മുത്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ പോർഷനും കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ പോർഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്യാപ്പ് നമുക്ക് കടപ്പുറത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ട പോലെ ഉണ്ടായിരുന്നു, ഒരു മരത്തിൻ്റെ ഉണ്ട പോലെ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ക്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ക്യാപ്പിൻ്റെ മുകളിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ബലമായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ അത് കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ കളർ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ അത് അടർന്ന് വീണ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോട്ടിൽ നമുക്ക് വേണ്ടുന്ന ഏരിയയിലൊക്കെ നമ്മൾ മുത്തുകൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് എക്സസ് ചെയ്ത് നിൽക്കുന്ന നമ്മളെ പാർട്ടിലുണ്ടായിട്ടുള്ള ടിഷ്യൂ പേപ്പറൊക്കെ ഒഴിവാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ നമ്മൾ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഏതൊരു ഏരിയ മുതലാണോ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് അവിടെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നമുക്കിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ഉരച്ചെടുക്കുന്ന സമയത്ത് അതിങ്ങനെ അടർന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മുത്തൊട്ടിച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് അടർന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ബോട്ടിലിൽ മുത്തൊട്ടിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഏരിയയിൽ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടിലേക്ക് കളറാവാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ മുത്തിൻ്റെ പോർഷനിലും നമ്മൾ അടിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമ്മൾ ഏതെങ്കിലും മുത്തൊക്കെ ഇളകി പോവുകയാണെങ്കിൽ അത് നമ്മൾ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മുത്ത് ഇളകി പോയതായിട്ട് നമുക്ക് കാണാനായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ യൂസ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കുക. വൈറ്റ് അക്രിലിക് കളർ വെച്ചിട്ടും നമുക്കൊരു ആൻറ്റിക് ലുക്കിൽ ഗോൾഡൻ കളറൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ള കളർ ബ്ലാക്കിൽ ആൻറ്റിക് ലുക്ക് കൊടുക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബ്ലാക്ക് തന്നെ കൊടുത്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള കംപ്ലീറ്റ് മുത്തുകൾക്കും ബ്ലാക്ക് അക്രിലിക് കളർ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ മെറ്റാലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അതിൽ പേൾ മെറ്റാലിക് കളർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ കളർ കൊടുത്തതിന് ശേഷം ഗോൾഡൻ പേൾ മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പേൾ മെറ്റാലിക് കളറായിട്ട് തന്നെ കിട്ടും.
അപ്പോൾ ഞാനിവിടെ പിങ്ക് പേൾ മെറ്റാലിക് കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ടിൽ ആദ്യം കളർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ബ്രഷ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾ ബോട്ടിലിന് ആ ഒരു കറക്റ്റായിട്ടുള്ള ലുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പിങ്ക് പേൾ മെറ്റാലിക് കളർ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് ഗോൾഡ് പേൾ മെറ്റാലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ആൻറ്റിക് ലുക്കായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മളെ ബോട്ടിലെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.